മലയാളത്തിലെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള ഇത്തിരി നേരത്തിന്റെ ടീം മെമ്പേഴ്സാണ്. ഇത്തിരി നേരത്തിന് ഈ ഒരു പേര് ഇത്തിരി നേരം നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പേരാണ്. എന്താണ് നമുക്ക് പേരിടാനായിരുന്നു? അങ്ങനെ വെറൈറ്റി ആയിട്ട് തോന്നിയത് സന്തോഷം. ആക്ച്വലി എൻ്റെ എല്ലാ പടങ്ങൾക്കും പേരെന്ന് പറഞ്ഞാൽ വലിയ സ്ട്രഗിൾ ആണ്. ബേസിലായിരുന്നു ചേട്ടൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്നുള്ളത് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ട് എന്ന ബേസിനെ കുറിച്ച് എങ്ങനെ പറയാൻ കാരണം? ലക്കി ചാമ, കാരണം പുള്ളിയുടെ 2 പടത്തിൽ ചെയ്തപ്പോഴാണ് 2 ഹിറ്റ് കിട്ടിയത്. അതാണ് ഞാൻ പറഞ്ഞ കാര്യം. ക്യാരക്ടറിന്റെ അടുത്ത് എന്റെ ആനന്ദിനെ ആ ക്യാരക്ടർ നോക്കിക്കൂടെ എന്ന് ബേസിലാണ് ആദ്യം ചോദിച്ചത്. നമ്മുടെ ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും കൂടെ ഒരു പുതിയ സിനിമ വരാൻ പോകുന്നതാണ്. എന്താണ് അതിന്റെ വിശേഷത? നമ്മൾ കുറെ കാലമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത് വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു സംഭവമില്ല. മാത്രമല്ല, ഞാനും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഷൂട്ട് ചെയ്യാത്ത സമയത്ത് പോലും അവിടെ വെറുതെ പോയിരുന്ന് ഒബ്സർവ് ചെയ്താൽ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന അതുപോലത്തെ ഒരു സെറ്റാണ്. ഇവർ രണ്ടുപേരുള്ള ഒരു കോമ്പിനേഷൻ സീൻസോ മീൻസ് അവർ ഒന്നിച്ച് സെറ്റിൽ ഉണ്ടാകുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു? കണ്ടിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? അത് നമുക്ക് എന്താണ്, നമ്മള് റൊമാൻസ് കഥകളോട് നല്ല ഇഷ്ടമുണ്ട്. എനിക്ക് റൊമാൻസ് സ്ക്രീനിൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ബേസിക്കലി ഒരു റൊമാൻസ് ഒക്കെ കീപ്പ് ചെയ്യുന്ന ആളാണോ? അതെ അതെ, ഞാൻ ആവശ്യത്തിലധികം പലയിടത്തും പറ്റിയിട്ടുള്ളൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ നമ്മൾ കുറേ കാലം സിനിമയിൽ കണ്ട ഒരാളോട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും, നമുക്ക് അധികം സംസാരിക്കാൻ പറ്റില്ല. നമുക്ക് ആ ഒരു റെസ്പെക്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അവർ വിചാരിക്കും ചിലപ്പോൾ വേറെ രീതിയിൽ ചിലപ്പോൾ വിചാരിച്ചേക്കാം, അറിയില്ല. പക്ഷെ അങ്ങനെ മാറിയെന്നപ്പോഴും ആസിഫൊക്കെ നമ്മളേക്ക് ഇങ്ങോട്ട് വിളിച്ച് പാടാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് നമ്മളൊരു അനിയനെ പോലെ, അല്ലെ ഒരു ബ്രദറിനെ പോലെ, ഒരു ഫ്രണ്ടിനെ പോലെ തന്നെയാണ് പുള്ളി കരുതുന്നത്. അത് ഇന്റർവ്യൂസിൽ ഏറ്റവും കൂടുതൽ ക്ലീഷേ ആയിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഈ അവാർഡ് കിട്ടിയപ്പോ എന്ത് തോന്നി? എന്തായിരുന്നു മനസ്സിലൂടെ സന്തോഷമല്ലാതെ പിന്നെന്തായിരിക്കും? അതെനിക്കിട്ട് കിട്ടിയതാണെന്ന് തോന്നുന്നു. കാണാറുണ്ട്. എനിക്ക് ഇന്റർവ്യൂ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കൂടുതലും എനിക്ക് തോന്നുന്നു വെളിയിലൊക്കെയുള്ള ഇന്റർവ്യൂസ് ആണ് കാണാറ്. മലയാളം നിങ്ങൾ ആ നിലവാരത്തിലേക്ക് എത്തണമെന്നാണ് പറയുന്നത്. വെൽക്കം ടു സെല്ലുലോയിഡ് ആൻഡ് ഇറ്റ്സ് മീ ദീപ്തി. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് മലയാളത്തിലെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള ഇത്തിരി നേരത്തിന്റെ ടീം മെമ്പേഴ്സാണ്. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. അപ്പോൾ ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പോസ്റ്റേഴ്സും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ സെറിൻ അതുപോലെ റോഷൻ്റെയും ഒരു നൈറ്റിലെ സ്റ്റോറി പറയുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് ലവ് ഗെറ്റ് എ സെക്കൻഡ് ചാൻസ്, അങ്ങനെ ഒരു സെക്കൻഡ് ചാൻസ് കൊടുത്തതിൻ്റെ ബേസിലാണ് ഈ സ്റ്റോറി വരുന്നത്. അതെ, അത് തന്നെയാണ് സ്റ്റോറിയുടെ തുടക്കം. ആ ഒരു 2 പേര് കുറച്ച് നാളിന് ശേഷം കണ്ടുമുട്ടുന്നു. ഇവർക്ക് ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. അതിനൊക്കെയാണ് തുടങ്ങിയത്. നൈറ്റും ഡേയും ഒക്കെ ഉണ്ട്. ഇത്രയും നാളുകൾക്ക് ശേഷം ആ 2 വ്യക്തികളും കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവുമല്ലോ. പക്ഷെ ചില കാര്യങ്ങള് സെയിം ആയിട്ട് തന്നെ ഇരിക്കും, ചില കാര്യങ്ങൾ മാറാൻ സാധ്യതയും വളരെ കുറവാണ്. അതിന്റെയൊക്കെ പോസിബിലിറ്റി എന്തായിരിക്കും? ഓക്കെ, എങ്ങനെയായിരുന്നു ഈ സിനിമയിൽ എൻട്രി? എങ്ങനെയായിരുന്നു? പ്രശാന്ത് ആക്ച്വലി ആട്ടം കണ്ടിരുന്നു ഒരു ഇൻഡസ്ട്രി സീനിൽ, ഞാൻ പോലും കാണുന്നതിന് മുന്നേ. അപ്പോൾ അടുത്തന്നെ ഡയറക്ടറോട് ചോദിച്ചു, ഇത് ഈ ആക്ട്രസിന്റെ കോണ്ടാക്ട് വേണം. അങ്ങനെയാണ് ആനന്ദ് കൃഷി ഡയറക്ടർ എന്നോട് സംസാരിച്ചിരുന്നു, ഇങ്ങനെ ഒരാൾ കോണ്ടാക്ട് ചെയ്യും, ഒന്ന് ജസ്റ്റ് നോക്ക്, കഥ കേട്ട് നോക്ക്. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് കയറിയത്. എനിക്ക് റൊമാൻസ് കഥകളോട് നല്ല ഇഷ്ടമുണ്ട്. എനിക്ക് റൊമാൻസ് സ്ക്രീനിൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ബേസിക്കലി ഒരു റൊമാൻസ് ഒക്കെ കീപ്പ് ചെയ്യുന്ന ആളാണോ? അതെ അതെ, ഞാൻ ആവശ്യത്തിലധികം എനക്ക് പറയാം, ഞാൻ ഭയങ്കര റൊമാൻറ്റിക് ആണ്. എനിക്കത് ഭയങ്കര എക്സ്പ്രസ് ചെയ്യാനും ഇഷ്ടമാണ്. അപ്പോൾ അത് സിനിമാറ്റിക് ആയിട്ട് എങ്ങനെ വരുമെന്ന് കാണാനുള്ള ഒരു ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു, ഒരു കൗതുകം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ലൈഫിലുള്ള ആ ഒരു ചെറിയ ഉള്ളിലുള്ള ആ ഒരു പ്രണയം നമുക്ക് സിനിമയിൽ കാണിക്കാൻ പറ്റിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യേണ്ട വന്നിട്ടുണ്ടായിരുന്നു? അത് ലൈഫും സിനിമയും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടല്ലോ. ഓഫ് കോഴ്സ് നമ്മൾ സിനിമയിലുള്ള ക്യാരക്ടേഴ്സ് അവർ അനുഭവിച്ചിരിക്കുന്ന ഓരോ സിറ്റുവേഷൻസ് നമ്മൾ പലതവണ ലൈഫിലും അനുഭവിച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബോറോ ചെയ്ത് പോകും. ഓക്കെ, അതുപോലെ ആനന്ദന്റെ കാര്യത്തിൽ എന്ന് വെച്ചാൽ കൂടുതലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന ഷോർട്ട് ഫിലിം ത്രൂ ആയിരുന്നു. കാര്യം ഒരു സമയത്ത് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമായിരുന്നു ഷോർട്ട് ഫിലിംസ്. ആ സമയത്ത് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ളൊരു ഫേസ് ആയിരുന്നു. അതിൽ നിന്ന് സിനിമയിലോട്ട് വന്നു. എങ്ങനെയായിരുന്നു ഈ ഒരു ജേണി? എങ്ങനെ ഉണ്ടായിരുന്നു ഷോർട്ട് ഫിലിം എന്ന ഫിലിമിലോട്ട്? അല്ല, ഞാൻ ഈ പറയുന്ന പോലെ കുട്ടി സ്റ്റോറീസ് എന്ന് പറയുന്ന ആ പ്ലാറ്റ്ഫോമിലാണ് കൂടുതലും ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം അതിന് മുമ്പ് അതൊരു 2020-21 ആ സമയത്തൊക്കെ ആയിരുന്നു. അതിന് മുമ്പ് തന്നെ ആദ്യത്തെ സിനിമയൊക്കെ സംഭവിച്ചു കഴിഞ്ഞു ആക്ച്വലി. അപ്പോൾ അത്
അപ്പോൾ അത് ഈ ഫെമിലിയർ ആവാൻ എൻ്റെ ഫേസ് കുറച്ചും കൂടെ ഫെമിലിയർ ആവാൻ കൂടുതൽ സഹായിച്ചിട്ടുള്ള ഈ ഷോർട്ട് ഫിലിംസ് തന്നെയാണ്. കുട്ടി സ്റ്റോറീസിൽ വന്ന കുറേ ഷോർട്ട് ഫിലിംസ് ഒക്കെ 1 million ഒക്കെ അടിച്ചിട്ട് ഷോർട്ട് ഫിലിംസ് ഉണ്ട്. അപ്പോൾ അതുവഴി തന്നെയാണ് കൂടുതലും ഫെമിലിയർ ആയത്. നമ്മളെ കണ്ടാൽ ആൾക്കാർ മനസ്സിലാക്കുന്ന തരത്തിലൊക്കെ എത്തിയത് അത് കഴിഞ്ഞിട്ടാണ്. അതിനുശേഷമാണ് ഈ ജയ് ജയ് ഹേ ഒക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതെ, എനിക്ക് അതിൽ ഭയങ്കര ഓർമ്മയുള്ളൊരു സംഭവം, പത്മിനി എന്നുള്ള സിനിമയിൽ ഞാൻ ചാക്കോച്ചനായിട്ട് അഭിനയിക്കാൻ പോയപ്പോൾ ചാക്കോച്ചൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നിൻ്റെ ആ ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ട്, അതിലാണ് നിന്നെ ആദ്യം കണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നമ്മളൊക്കെ ഒരു സമയത്ത് കണ്ടുകൊണ്ടിരുന്നതായിരുന്നു ഷോർട്ട് ഫിലിം. ഇപ്പോൾ എന്നോട് പല ആൾക്കാരും പറയാറുണ്ട് ചില ഷോർട്ട് ഫിലിംസ് അയച്ചു തന്നിട്ട് ഈ നടൻ്റെ അഭിനയം കൊള്ളാം. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഈ ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു പുള്ളിന് ഞാൻ നല്ല പരിചയമുണ്ട്, പക്ഷെ എനിക്ക് എവിടെയാണെന്ന് മനസ്സിലാകുന്നില്ല. ജസ്റ്റ് ഞാൻ ഇങ്ങനെ ചേട്ടൻ്റെ പേര് സെർച്ച് ചെയ്യുമ്പോൾ തരുന്നു ഇത്രയും ആ സമയത്ത് യൂട്യൂബിലൊക്കെ ട്രെൻഡിങ്ങിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. പിന്നെ ഈ സിനിമയിലോട്ട് വന്ന സമയത്ത് എങ്ങനെയായിരുന്നു സിനിമയിലോട്ട് എത്തിയത്? സിനിമയിലോട്ട് എത്തിയത് ആക്ച്വലി എൻ്റെ ആദ്യത്തെ സിനിമ 2014 വൈ എന്നുള്ള സിനിമയായിരുന്നു. അപ്പം അത് ഈ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് ഓഡീഷൻസും ബാക്കി കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ ഈ ഓഡീഷൻസിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അവസാനം വരെ എത്തും, പിന്നെ കിട്ടത്തില്ല എന്നുള്ളൊരു അത് പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മളെ ഫേസ് ആയിരിക്കില്ല അവർക്ക് വേണ്ടത്, അങ്ങനെ കുറേ കാരണങ്ങളുണ്ട്. അപ്പം ഞാൻ തന്നെ ആലോചിച്ചു, ഇപ്പോൾ നമ്മുടെ ഈ ടാലൻ്റൊക്കെ എവിടെയെങ്കിലും ഷോക്കേസ് ചെയ്യണമല്ലോ, എവിടെയെങ്കിലും കാണിക്കണമല്ലോ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ സ്വന്തമായിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ആ സമയത്ത് ഫേസ്ബുക്കും യൂട്യൂബൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഇട്ട് തുടങ്ങി. അപ്പോൾ അതിൽ നിന്നൊരു വീഡിയോ കണ്ടിട്ടാണ് എന്നെ സുനിൽ ഇബ്രാഹിം സർ, സുനിൽ വൈയുടെ ഡയറക്ടർ, പുള്ളി വിളിച്ചത്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ആ സിനിമയിലോട്ട് എത്തപ്പെടുന്നത്. പിന്നെ അതിനുശേഷം പിന്നെ ഒരു ജേണി ആയിരുന്നു. അവിടെ നിന്ന് അടുത്ത പടം, പിന്നെ അങ്ങനെ കുറേ ശ്രമങ്ങൾ, അങ്ങനെയൊക്കെയാണ്. അതെ. അതുപോലെ സാറിൻ്റെ 3ാമത്തെ മൂവിയാണ് ഇതല്ലേ. അപ്പോൾ ബാക്കി 2 മൂവീസ് എന്ന് വെച്ചാൽ IFFK റിലേറ്റഡ് ആയിട്ട് ചെയ്ത മൂവിയാണ്. അത് IFFK തന്നെ ചെയ്യണം എന്നുള്ള ബേസിൽ ആ ഒരു മൈൻഡിലെടുത്ത സിനിമ തന്നെയായിരുന്നു മുമ്പുണ്ടായിരുന്നു. IFFK എന്നല്ല, പർട്ടിക്കുലർലി കുറച്ചും കൂടെ ഒരു ആർട്ട് എന്നൊക്കെ പറയാവുന്ന അല്ലെങ്കിൽ ഫെസ്റ്റിവൽ സർക്യൂട്ട് ഉദ്ദേശിച്ചാണ് ചെയ്തത്. അപ്പം ഭാഗ്യത്തിന് ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലെ 2 ലീഡിങ് ഫെസ്റ്റിവൽസ്, മാമി മുംബൈ ഫെസ്റ്റിവൽ, പിന്നെ ഇവിടെ IFFK, അത് 2 പടങ്ങളും സെലക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ വെളിയിലും കുറച്ച് പടങ്ങൾ ഫെസ്റ്റിവൽസിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഇത് ഈ ഒരു കഥയിലേക്ക് എന്നെ ആകർഷിക്കുന്ന കാര്യങ്ങളും അത് ചെയ്യണം, ഞാൻ തന്നെ ചെയ്യണം എന്നൊക്കെ ഉറപ്പ് തോന്നിക്കുന്ന കാര്യങ്ങളൊക്കെ സെയിമാണ്. അത് ഹ്യൂമൻ ഇമോഷൻസും അല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത ചില മൊമെൻറ്റ്സും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും. ഇപ്പം എന്താണ്, പലപ്പോഴും എൻ്റെ സ്റ്റോറിയുടെ ഒരു 1 ലൈൻ കേൾക്കുമ്പോൾ തന്നെ കുറച്ചൊരു യുണീക്ക് ആയിരിക്കണം, കുറച്ചൊരു താല്പര്യം തോന്നണം എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്നെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഇതിൽ വരുമ്പോൾ ഉള്ളൊരു വ്യത്യാസം, മേജർ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇത്രയും സ്റ്റാർസ് ഉണ്ട്, ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട്, അതുകൊണ്ട് വരുന്നൊരു കൊമേഴ്സ്യൽ വയബിലിറ്റി ഉണ്ട് എന്നൊക്കെയുള്ളതാണ് എന്നെ സംബന്ധിച്ചത് വ്യത്യാസം. അല്ലാതെ എന്നെ ഇൻസ്പയർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സെയിമാണ് ഈ സിനിമകളിലെല്ലാം. ഓക്കെ. അതുപോലെ IIT വർക്ക് പഠിച്ചു. പിന്നെ കൂടാതെന്ന് വെച്ചാൽ UP-ന്ന് ഞാൻ കാൺപൂരിലാണ് ജനിച്ചത്. കാൺപൂരിൽ. അതാണ് അവിടെ നിന്ന് പഠിച്ചു. നമ്മളെ മലയാള സിനിമയിലോട്ടുള്ള ആ ഒരു എൻട്രി ഒക്കെ എങ്ങനെയാണ്? അത് വാപ്പ എയർഫോഴ്സിലായിരുന്നു. നമ്മൾ ഒരു 2 വർഷം കഴിയുമ്പോഴും ട്രാൻസ്ഫർ അടിക്കും. അപ്പം അങ്ങനെ കുറേ സ്ഥലത്ത് ഇന്ത്യ ചുറ്റും മുഴുവൻ ഓൾമോസ്റ്റ് ഓടിച്ച് കളിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷെ കൊച്ചിലെ മലയാളം വായിക്കുകയും സംസാരിക്കുകയും അതൊക്കെ മലയാളം സിനിമ കാണുമായിരുന്നു. അത് വാപ്പയും പഠിപ്പിച്ചതാണ്. അപ്പോൾ സിനിമയോടുള്ള ഇഷ്ടം വന്നത് അവർ ത്രൂ ആയിരുന്നു? സിനിമയോട് ഇഷ്ടം വന്നത് ഇല്ല, സിനിമയിലേക്കുള്ള ഒരു ഇത് വന്നത് കോളേജിലാണ്. ഞാൻ കോളേജ് ചെയ്ത് IIT മദ്രാസിലാണ്. അപ്പോൾ കോളേജ് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ തിയേറ്റർ ചെയ്തു തുടങ്ങി. അപ്പോൾ തിയേറ്റർ ഒരു 3-4 വർഷം ചെയ്തപ്പോൾ എനിക്കൊന്ന് ഇതൊന്ന് കുറച്ച് സീരിയസ്ലി ആയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ എങ്ങനെ ആയിരിക്കും, ആ ഒരു ക്യൂരിയോസിറ്റി എനിക്ക് തോന്നി തുടങ്ങി. ആ ക്യൂരിയോസിറ്റിയിൽ നിന്നാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. അതുപോലെ എന്ന് വെച്ചാൽ ചേട്ടൻ്റെ കാര്യത്തിൽ നമ്മുടെ ബേസിൽ ജോസഫിൻ്റെ കൂടെ അഭിനയിച്ചു, ആസിഫലിൻ്റെ കൂടെ അഭിനയിച്ചു. അപ്പം ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേസിലായിരുന്നു ചേട്ടൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്നുള്ളത് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേസിലെ കുറിച്ച് അങ്ങനെ പറയാൻ കാരണം ലക്കി ചാമ, കാരണം പുള്ളിയുടെ 2 പടത്തിൽ ചെയ്തപ്പോഴാണ് 2 ഹിറ്റ് കിട്ടിയത്. അതാണ് ഞാൻ പറഞ്ഞ കാര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പൊന്മാൻ എന്നുള്ള സിനിമയിലോട്ടും ഡയറക്ടറിൻ്റെ അടുത്ത് എൻ്റെ ആനന്ദിനെ ആ ക്യാരക്ടർ നോക്കിക്കൂടെ എന്ന് ബേസിലാണ് ആദ്യം ചോദിച്ചത്. അപ്പം എന്തോ ഒരു ലക്കിൽ ഡയറക്ടറും എൻ്റെ സിനിമ കണ്ടിട്ടുണ്ട്, എന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ക്യാരക്ടറിനോട്ട്. അപ്പം ബേസിനും കൂടെ പറഞ്ഞപ്പോൾ പുള്ളിക്കൊരു ഓക്കെ കൊള്ളാം നോക്കാമല്ലോ എന്നുള്ള രീതിയിലായി. അപ്പം അങ്ങനെയാണ് അതിലോട്ട് എത്തപ്പെടുന്നത്. അപ്പം അതിനെല്ലാത്തിനും ആ ബേസിലെന്നുള്ളൊരു ഫാക്ടർ അവിടെ ഉണ്ട്. അപ്പം അതുകൊണ്ട് സന്തോഷം. അതുപോലെ ആസിഫ് ഖാൻ്റെ കൂടെ എന്ന് വെച്ചാൽ ഒരു മൂവി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആസിഫ് ഖാൻ ഞാൻ കേട്ടിട്ടുണ്ട് ഭയങ്കര ഡൗൺ ടു എത്താന്ന് കേട്ടിട്ടുണ്ട്. ഞാനും ഭയങ്കര കാണണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. പുള്ളീനെ നമുക്ക്
അപ്പോൾ ഏത് സ്റ്റേജ് കണ്ടാലും പുള്ളി ഭയങ്കരമായിട്ട് എല്ലാവരോടും മുന്നേ പരിചയമുള്ള രീതിയിലാണ് പുള്ളി ബിഹേവ് ചെയ്യാറുള്ളത്. എങ്ങനെയുണ്ടായിരുന്നു ആസിഫ് ഖാൻ്റെ അല്ല, പുള്ളി ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ള പേഴ്സൺ തന്നെയാണ്. അപ്പം നമ്മളിപ്പം നമ്മൾ എന്തായാലും എനിക്ക് മുമ്പേ ഇൻഡസ്ട്രിയിൽ വന്നവരെല്ലാവരും എനിക്ക് ഭയങ്കര സീനിയർ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു റെസ്പെക്റ്റോടെ എനിക്ക് അവിടെ കാണാൻ പറ്റുള്ളൂ. ഇപ്പം പലപ്പോഴും എനിക്ക് പലയിടത്തും പറ്റിയിട്ടുള്ളൊരു സംഭവമാണ് എന്ന് വെച്ചാൽ നമ്മൾ കുറേ കാലം സിനിമയിൽ കണ്ട ഒരാളോട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും, നമുക്ക് അധികം സംസാരിക്കാൻ പറ്റില്ല. നമുക്ക് ആ ഒരു റെസ്പെക്റ്റ് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അവർ വിചാരിക്കും വേറെ രീതിയിൽ ചിലപ്പോൾ വിചാരിച്ചേക്കാം, അറിയില്ല. പക്ഷെ അങ്ങനെ മാറിയുന്നപ്പോഴും ആസിഫൊക്കെ നമ്മളെയൊക്കെ ഇങ്ങോട്ട് വിളിച്ച് വാടാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് നമ്മളൊരു അനിയനെ പോലെ അല്ലെങ്കിൽ ഒരു ബ്രദറിനെ പോലെ ഒരു ഫ്രണ്ടിനെ പോലെ തന്നെയാണ് പുള്ളി കരുതുന്നത്. അപ്പോൾ ആ ഒരു സുഖം ഭയങ്കര രസമാണ് ആ പുള്ളിയോട് അഭിനയിക്കുമ്പോഴും. അത് സാറിന് അറിയാമല്ലോ, ചെയ്തിട്ടുണ്ടാവും. കോമ്പിനേഷൻ ഇല്ല. പക്ഷെ നമ്മള് പ്രൊമോഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഞാനോ ഉണ്ണിലാലും നമ്മള് ബാക്കിൽ പുറകിലാണെങ്കിൽ നമ്മളെ ഫ്രണ്ടിലേക്ക് വിളിച്ചു വരുത്തും, ഫോട്ടോയ്ക്ക് വേണ്ടിയൊക്കെ നമ്മളെ ഫ്രണ്ടിലേക്ക് വിളിച്ചു വരുത്തും. അതൊരു നല്ല മൊമെന്റ് ആയിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എപ്പം നമ്മളിപ്പം അങ്ങനെ അധികം ഞാനും അങ്ങനെ വിളിക്കാത്ത കേട്ടാണ്. പക്ഷെ പുള്ളിയും അങ്ങനെ അപ്പം കാണുമ്പോൾ നമ്മളപ്പം സംസാരിച്ച് തീർന്നു. പിന്നെ എപ്പോഴും കുറേ കാലത്തിന് ശേഷമായിരിക്കും കാണുന്നത്. അപ്പം നമ്മൾ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തന്നെ നമ്മൾ അതേപോലെ തന്നെ നമുക്ക് തോന്നും, ആ മനുഷ്യൻ പിക്കപ്പ് ചെയ്യും. അപ്പം അത് ഭയങ്കര ഒരു കാര്യമാണ്. ആൾക്കാരെ ഭയങ്കരമായിട്ട് സ്വീകരിക്കുന്ന, മീൻസ് അത്ര ഇഷ്ടത്തോടെ കാണുന്ന ഒരാളാണ്. പക്ഷെ ഒന്നും രണ്ടും വട്ടം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അഭിനയിക്കുന്നതാണ് ഒന്നും രണ്ടും വട്ടം ചെയ്യാൻ പറ്റും. ഇത്രയും വർഷങ്ങളായിട്ട് ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കും, നമുക്ക് ഉറപ്പായിട്ടും വെറുതെ അഭിനയിക്കുന്നില്ല എന്ന് പറയാൻ പറ്റും. അതുപോലെ ഫിലിം ക്രിട്ടിക് അവാർഡ് കിട്ടി ആട്ടത്തില്. എങ്ങനെയായിരുന്നു ആ അവാർഡൊക്കെ കിട്ടുന്ന സമയത്തുള്ള ഒരു എക്സ്പീരിയൻസ്, മൊമെന്റ് ഒക്കെ? വളരെ വളരെ ഹാപ്പി ആയിരുന്നു. ഓഫ് കോഴ്സ് ഇത് എല്ലാവരും ചോദിക്കുന്ന ക്ലീഷ ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയാണ് അവാർഡ് കിട്ടാൻ വേണ്ടി. അപ്പം അതും ഫസ്റ്റ് മൂവി ആയിരുന്നു അല്ലേ? അല്ലല്ല, തേർഡ് ഫിലിം ആയിരുന്നു. മലയാളത്തിൽ എൻ്റെ തേർഡ് ഫിലിം ആയിരുന്നു. പക്ഷെ അതിന് മുന്നേ ഞാൻ ബോംബെയിലും ഒരു 1.5 വർഷം വർക്ക് ചെയ്യായിരുന്നു. അവിടെ 4 പ്രോജക്റ്റ് ചെയ്തു. അല്ല, ഇങ്ങനെ ഒരു അവാർഡ് എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടുന്നത് ഭയങ്കര റെയർ ആണല്ലോ. അതെ, അതെ. ഇത് എപ്പോഴും എൻ്റെ സോണിലുള്ള ആർട്ടിസ്റ്റിന്റെ ലൈഫിൽ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമല്ല അത്. എനിക്കത് ആ ഒരു ഫീലിംഗ് എനിക്ക് അടിച്ചിരുന്നു. പക്ഷെ ആട്ടം അത് അവാർഡ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ആ ഒരു പടത്തിന്റെ ഇമ്പാക്റ്റിൽ ഞാൻ എപ്പോഴും പ്രൗഡായിരിക്കും. ഇപ്പോഴും ആൾക്കാർ കണ്ടിട്ട് ലൈക്ക് നമ്മളോട് വന്ന് അപ്രോച്ച് ചെയ്ത് സംസാരിക്കുമ്പോഴും എപ്പോഴും നല്ല നല്ല സന്തോഷമുണ്ട്. അത് ഓൾമോസ്റ്റ് 2 വർഷം, ഒരു വർഷം ആയത് കഴിഞ്ഞിട്ട് OTT-യിൽ ഇറങ്ങി അതിൻ്റെ ഒരു ശരിക്കും ഒരു ഓളം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ഹാപ്പിയാണ്. അത് ഇവൻച്വലി ആ ഫിലിം അർഹിച്ച ഒരു ഓഡിയൻസിലേക്ക് അത് എത്തിയിട്ടുണ്ട്. അത് ആ ഒരു ക്രൈറ്റീരിയ അത് സാറ്റിസ്ഫൈ ആയപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. പൊതുവെ നമുക്ക് ഈ സിനിമകൾ കൂടുതലും തിയേറ്ററിൽ ക്ലിക്കായില്ലെങ്കിൽ OTT-ൽ ക്ലിക്കാകുന്ന ഒരു ചടങ്ങ് നമ്മൾ കണ്ടുവരാറുണ്ടല്ലേ? അങ്ങനെ ട്രെൻഡ് ഉണ്ടല്ലേ? നിങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കുമ്പോൾ ഞാനും ഭയങ്കര സീരിയസ് ആയി പോകുന്നു. ഓക്കെ, അതുപോലെ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൾറെഡി ചേർന്നെന്ന് വെച്ചാൽ ഒരു സാധാ ട്രിവാൻഡ്രംകാരനാണ്. സിനിമ അത്രയും സ്വപ്നം കണ്ട് തന്നെയാണ്, ഉള്ള ജോലിയും കളഞ്ഞിട്ടാണ് സിനിമയിലോട്ട് വന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു ആ സംഭവം? ഇല്ല, അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു വലിയൊരു സംഭവം ചെയ്യുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഈ പറഞ്ഞ പോലെ എനിക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു മീഡിയം എന്നുള്ള രീതിയിലാണ്, അല്ലാതെ ഈ സിനിമയുടെ ഒരു സ്റ്റാർട്ടോ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഫെയിമോ അങ്ങനെയൊന്നും ഉള്ളൊരു കാര്യമാണ് അട്രാക്ഷനായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് സിനിമയിലാണെന്ന് തോന്നി. അങ്ങനെ ചെയ്തു. അപ്പോൾ അങ്ങനെ ചെയ്തു, ഈ പടം ചെയ്തു. അതിന് ഫെസ്റ്റിവൽ സെലക്ഷൻ കിട്ടി, ഫെസ്റ്റിവൽസിന് വേണ്ടി ട്രാവൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ജോലി കളഞ്ഞു. അങ്ങനെ ഓരോരോ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പായിരുന്നു. അത് ചെയ്യുമ്പോൾ വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. അല്ല, നമ്മൾ ഒന്നാമത് വെച്ചാൽ ഒരു സിനിമയെക്കുറിച്ച് കൂടുതൽ അറിയാതെ സിനിമ ഫീൽഡിലോട്ട് വരുന്ന വെച്ചാൽ ഡിഫിക്കൽട്ടിയാണ്. കാര്യം നമുക്കൊരു പെർമനൻ്റ് ആയിട്ടുള്ള ജോബ് ആയിരിക്കില്ല, ഒരു ചേഞ്ചും കാര്യങ്ങളൊക്കെ വരും. അപ്പം അത് ഫാമിലിയിൽ നിന്നാണെങ്കിലും അതിൻ്റെ ആ ഒരു റിസ്ക് ഉണ്ടായിരുന്നോ? അല്ല, ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് മാത്രം സംഭവിച്ച ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഇതൊന്നും പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പം വീട്ടിലായാലും അത് ഈ ഫിനാൻഷ്യൽ സൈഡ് എന്ന് പറയുന്നത് വൈഫ് ടേക്ക് കെയർ ചെയ്യുന്നത് കൊണ്ടാണ് അത് പറ്റുന്നത്. അപ്പൊ അങ്ങനെയുള്ള സപ്പോർട്ട് ഡെഫിനറ്റ്ലി ഉണ്ട്. അല്ല, അത് എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല കേട്ടോ. നമുക്കിങ്ങനെ അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി എന്ന് പറയുന്നത്. അപ്പൊ അത് ചേട്ടൻ്റെ അതുപോലെ ആയിരുന്നോ? അല്ല, എനിക്ക് അങ്ങനെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ ഈ നമ്മുടെ ഫാമിലിയിൽ നിന്നും ആരും സിനിമയിലൊന്നും ഇല്ലല്ലോ. അപ്പം ഇവർക്ക് സിനിമ എന്ന് പറയുന്നത് ടോട്ടലി ഏലിയനേറ്റഡ് ഉള്ള സാധനമാണ്. അപ്പോൾ അവർക്ക് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതൊക്കെ പറഞ്ഞാൽ ഏട്ടാ ഇതൊക്കെ നമുക്ക് പറ്റിയ പണിയാണോ എന്ന് സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുള്ള എല്ലാവരും ചോദിക്കും. അപ്പം നമുക്ക്
കാരണം എൻ്റെ കൂടെ പഠിച്ചവരെല്ലാം ജോലിയാവുന്നു, കല്യാണം ആവുന്നു, സെറ്റിൽഡ് ആവുന്നു എന്നുള്ള നിലയിൽ നിൽക്കുമ്പോഴും ഞാനൊന്നും ആവാതെ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും നമുക്കറിയായിരുന്നു നമുക്കിതേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. നമ്മളെ പാഷൻ്റെ പിറകെ പോകുക എന്നുള്ളത് എല്ലാവർക്കും പറ്റുന്ന പണിയല്ല എന്നുള്ളത് കൊണ്ട് നമ്മളെന്തോ സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം ചെയ്യുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അതിൽ നിൽക്കാൻ നോക്കുന്നു, ഇപ്പോഴും അത് തന്നെയാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, ഇതല്ലാതെ സിനിമ അല്ലാതെ എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നു, എന്തെങ്കിലും ജോബ് അതാണ് അത് സിനിമ അല്ലാതെ സിനിമ തന്നെയാണ് എനിക്ക് ആഗ്രഹം. അതെ അതെ ഉണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും? എനിക്ക് കുറെ നാള് ജേർണലിസ്റ്റ് ആവാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അത് ആ ഫീലിംഗ് പിന്നെ പോയി. ഓരോ അവസ്ഥയൊക്കെ കണ്ടപ്പോ മനസ്സിലായി ഇനി പിടിച്ചു വെക്കാൻ പറ്റില്ല. എല്ലാവർക്കും തോന്നുന്നതാണ് ഒരു ഐഡിയലിസം ഒക്കെ. അതെ, ഒരു +2 ടൈമിലൊക്കെ ഈ ഒരു ആഗ്രഹം എല്ലാവർക്കും വരാറുണ്ടെന്ന് തോന്നുന്നില്ലേ? എനിക്കുണ്ടായിരുന്നു +2 പഠിക്കുന്ന സമയത്ത്. ആക്ച്വലി ഞാൻ ഇത് ജേർണലിസം അല്ല പഠിച്ചത്. എന്നിട്ട് ഞാൻ MBA കഴിഞ്ഞ് അതെ അതെ അതല്ലല്ലേ പഠിച്ചത്. എന്നിട്ട് ഞാൻ മാതൃഭൂമിയുടെ സ്വന്തം ലേഖകൻ എൻ്റെ പോസ്റ്റിന്റെ ഇത് വന്നപ്പോഴത്തേക്ക് ഞാൻ അയച്ചു. അപ്പൊ അവര് ഒരു ടെസ്റ്റ് ഒക്കെ നടത്തി. അപ്പൊ എന്തൊക്കെ അയച്ചു കൊടുക്കാനൊക്കെ പറഞ്ഞു. ഞാൻ എന്തോ ഒരു സംഭവമൊക്കെ എടുത്തൊരു സോഷ്യൽ ഇഷ്യൂവിനെ പറ്റിയൊക്കെ എഴുതി അയച്ചു. എന്നെ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത് ഞാൻ കോഴിക്കോട് പോയി ഇന്റർവ്യൂ കൊടുത്ത് ഇന്റർവ്യൂ പാസ്സായി. അപ്പോൾ അതേ സമയത്ത് തന്നെ മാതൃഭൂമിയുടെ വേറൊരു ജോലി എനിക്ക് കിട്ടി. അത് MBA റിലേറ്റഡ് ആയിരുന്നു. അപ്പൊ രണ്ടെണ്ണത്തിൽ ആദ്യം ഇതാണ് വിളിച്ചത്, MBA റിലേറ്റഡ്. അപ്പൊ എനിക്ക് മറ്റതിൽ പോയാൽ ചിലപ്പോൾ ഞാൻ അത് തുടർന്ന് പോയേനെ, കാരണം അത് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. മറ്റതിൽ പോയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി. എന്റെ ജേർണലിസം എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ചെറുപ്പത്തില് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുന്ന കൊടുത്ത് ജേർണലിസം പഠിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് പക്ഷേ ആ സമയത്തൊന്നും നടന്നില്ല. പിന്നീട് ഇപ്പം ഞാൻ 10 വർഷത്തോളം ബാംഗ്ലൂരായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് കോവിഡ് സമയത്ത് തിരിച്ചു വന്നു സമയത്ത് ഞാനിവിടെ പ്രസ് ക്ലബിന്റെ ജേർണലിസം കോഴ്സ് ഉണ്ട്. ആ കോഴ്സിൽ ചേർന്നു. ആ വർഷത്തെ ഫസ്റ്റ് റാങ്ക് എനിക്കായിരുന്നു ആ കോഴ്സിന്റെ. ജേർണലിസം ട്രെയിനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഏത് നിമിഷം ആവാം. പറഞ്ഞു വരുമ്പോ എല്ലാരും ജേർണലിസം ചെയ്തിട്ടുള്ള ആൾക്കാരാണല്ലേ. അത് കൊള്ളാം. പൊതുവെ ഈ മീഡിയ ഫീൽഡിലുള്ള ആൾക്കാർക്കൊക്കെ മീൻസ് സിനിമയോടും അതുപോലെ ആങ്കറിങ്ങിനോടൊക്കെ താല്പര്യമുള്ളവരൊക്കെ ഈ ജേർണലിസ്റ്റിലോട്ടാണ് പോകുന്നത് അല്ലേ? അത് ശരിയായിരിക്കും. അതുപോലെ അല്ല, പക്ഷെ എനിക്ക് ഇഷ്ടമായിരുന്നു, ജേർണലിസം ആഗ്രഹം ഉണ്ടായിരുന്നു. അതാണ് ഈ ഒരു ഓൾമോസ്റ്റ് നമ്മൾ എല്ലാവരും നോക്കുമ്പോൾ അവർക്ക് ജേർണലിസ്റ്റിനോട് ഒരു താല്പര്യമുള്ളവരൊക്കെ ഈ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ജോബിൽ കയറിയിട്ടുണ്ടാവും. ബാക്ക് ടു സെറിൻ. ഇപ്പം എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള നമ്മുടെ ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും കൂടെ ഒരു പുതിയ സിനിമ വരാൻ പോകുന്നതാണ്. എന്താണ് അതിന്റെ വിശേഷത? നമ്മൾ കുറെ കാലമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു സംഭവമില്ല, അതൊരു ഫിനോമിനലാണ്. വെയിറ്റിംഗ് ആണ്. അപ്പോൾ ആ ഒരു വെയിറ്റിംഗിൽ വലിയൊരു പാട്ടാണ് ലാലേട്ടൻ, മമ്മൂക്ക, ഫഫ ഇവരൊക്കെയുള്ള വലിയൊരു സിനിമയുടെ വലിയൊരു ഭാഗം. എന്തായിരുന്നു അതിനെ ശരിക്കും വലിയൊരു ലേണിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ്. നമുക്ക് ഷൂട്ട് ചെയ്യാത്ത സമയത്ത് പോലും അവിടെ വെറുതെ പോയിരുന്ന് ഒബ്സർവ് ചെയ്താൽ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന അതുപോലത്തെ ഒരു സെറ്റാണ്. അപ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് പഠിച്ചു. സിനിമയെ കുറിച്ച് എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. അത് ഇറക്കുമ്പോൾ എല്ലാവരും കാണട്ടെ. ഇവർ രണ്ടുപേരുള്ള ഒരു കോമ്പിനേഷൻ സീൻസോ മീൻസ് അവർ ഒന്നിച്ച് സെറ്റിൽ ഉണ്ടാകുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു? കണ്ടിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു അവര്? അത് നമുക്ക് എന്താണ്, നമ്മള് മരിച്ചു വീഴാത്തത് ഭാഗ്യം. കുറെ താരങ്ങളാണല്ലോ, ആക്ടേഴ്സ് ആണല്ലോ. അപ്പോൾ നമ്മള് ഓൾമോസ്റ്റ് അവര് നമ്മുടെ റീച്ചിന്റെ ഉള്ളിലാണെന്ന് ആ ഒരു ഫീലിംഗ് വരുമ്പോൾ നല്ല നല്ല രസമാണ്. ഞാനൊക്കെ ആണെങ്കിൽ അവിടെ ചത്തു വീണത്. അവര് രണ്ടുപേരും അഭിനയിക്കുന്ന സീനിൽ എനിക്കൊരു ചെറിയ പാസിംഗ് കിട്ടിയ രണ്ടുപേരും ഓരോരാളും സെപ്പറേറ്റ് കാണുമായിരിക്കും, പക്ഷെ ഒന്നിച്ച് കാണുമ്പോൾ കിളിയൊന്നും പോയിട്ടുണ്ടായിരുന്നില്ലേ? അതെ അതെ നല്ല നല്ല എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി. അല്ലെ, അതുപോലെ ചില സീൻസൊക്കെ ഞാൻ അതിന്റെ ട്രെയിലർ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രെയിലറിൽ ടീച്ചർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് വലിയൊരു പാട്ടാണെന്ന് തോന്നുന്നു അല്ലേ? ഒന്നും പറയാൻ പറ്റില്ല. അതാണ് അതിന്റെ ഒരു പ്രശ്നം. ഷൂട്ട് ഒന്ന് കഴിയട്ടെ. ഇനിയിപ്പോ ഷൂട്ടിലോട്ട് പോകാനുള്ള ഒരു തിരക്കിലും കൂടെയാണല്ലോ ഉള്ളത്. തിരിച്ച് ബാക്ക് ടു നമ്മുടെ ഇത്തിരി നേരം. ഇത്തിരി നേരത്തിന് ഈ ഒരു പേര് ഇത്തിരി നേരം നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പേരാണ്. എന്താണ് അങ്ങനെ ഒരു പേരിടാനായിരുന്നു? അങ്ങനെ വെറൈറ്റി ആയിട്ട് തോന്നിയത് സന്തോഷം. ആക്ച്വലി എൻ്റെ എല്ലാ പടങ്ങൾക്കും പേരെന്ന് പറഞ്ഞാൽ വലിയ സ്ട്രഗിളാണ്. ഇതിന് മുമ്പുള്ള 2 പടങ്ങളും പടമൊക്കെ ഷൂട്ട് കഴിഞ്ഞ് ഫൈനലി ആണ് അത് ആദ്യത്തെ അതിശയങ്ങളുടെ വേണമെങ്കിൽ ഫെസ്റ്റിവലിന് അയക്കാൻ സമയത്ത് പോലും അത് വേറെ പേരായിരുന്നു. അയച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഫെസ്റ്റിവൽ സെലക്ഷൻ കിട്ടുന്ന സമയമൊക്കെ ആയപ്പോഴാണ് നമ്മൾ പേര് ഫിക്സ് ചെയ്തത്.
ആദ്യത്തെ പേര് ഒരു ആനന്ദ പരീക്ഷണങ്ങൾ, എനിക്ക് ഇഷ്ടപ്പെടാതെ വെച്ച ഒരു പേരാണ്. ദായത്തിന് വേനൽ നല്ല നല്ല പേര്, അത് കിടിലൻ പേരല്ലേ. കിട്ടുമ്പോ എല്ലാം റൈറ്റ് പേര്. അപ്പൊ അതാണ് അത് വരാനുള്ള ഒരു സമയം എടുക്കും. വരുമ്പോ നമുക്ക് കറക്റ്റ് ഇതാണ് കറക്റ്റ് എന്ന് തോന്നും. അത് ഒരു പക്ഷെ സംഭവിച്ചിട്ടുണ്ട്. ദായം അതുപോലെ തന്നെയായിരുന്നു. ഇത് ഫോർ ദ ഫസ്റ്റ് ടൈം ഷൂട്ടിങ്ങിന് മുമ്പേ തീരുമാനിച്ചു. പക്ഷേ ആക്ച്വലി സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ട് ഇതല്ലായിരുന്നു, മിണ്ടിയും പറഞ്ഞും എന്നൊരു പേരായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. അപ്പൊ ഇതിൽ അങ്ങനെ ഒരു കണക്ഷനുണ്ട്. ഈ റോഷന്റെ ക്യാരക്ടർ അവതരിപ്പിക്കുന്ന ഒരു ഇന്റർവ്യൂ ഷോന്റെ പേരും ഇതും ഒന്നായിരിക്കണം എന്നൊരു കണക്ഷനുണ്ട്. അപ്പൊ അന്ന് അത് മിണ്ടിയും പറഞ്ഞുമായിരുന്നു, സിനിമയും മിണ്ടിയും പറഞ്ഞുമായിരുന്നു. പിന്നെ ഞങ്ങള് ആ പേര് റെഡിയാക്കി ഇരിക്കുമ്പോഴാണ് മനസ്സിലായത് അത് വേറൊരു സിനിമയ്ക്ക് രജിസ്റ്റർ ആയിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെയാണ് ആ പേര് പോയത്. പിന്നെ ഒരു വലിയ അന്വേഷണമായിരുന്നു. ഞാൻ വീണ്ടും എൻ്റെ സ്ഥിരം ഇതിലേക്ക് പോകുമെന്നൊരു പേടി തോന്നി, പടം തീർന്നിട്ടും പേരില്ലാതിരിക്കുമെന്നൊക്കെ. പക്ഷെ ഭാഗ്യത്തിന് ഈ ഒരു പേര് കിട്ടി. അപ്പൊ ഇത് ഏകദേശം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് കാഷ്വലായി. ഇപ്പൊ മിണ്ടിയും പറഞ്ഞെന്ന് പറയുമ്പോൾ ഒരു കുറച്ച് കാഷ്വൽ ആണല്ലോ, എന്നാൽ അതിൽ ഈ ടോക്ക് എന്നുള്ളൊരു സാധനം വരുന്നുണ്ട്. അപ്പൊ ഇതൊരു കോൺവെർസേഷൻസ് ഒരുപാടുള്ളൊരു സിനിമയാണ്. ഇവർ തമ്മിലായാലും ഈ ക്യാരക്ടേഴ്സ് എല്ലാം തമ്മിൽ കോൺവെർസേഷൻസിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. കോൺവെർസേഷൻ ആണ് ഇതിന്റെ ആക്ഷൻ എന്ന് പറയുന്നത്. ഒരു ആക്ഷൻ മൂവി ആണെങ്കിൽ അത് കോൺവെർസേഷനിലൂടെയാണ്. വെച്ചാൽ ഓരോ ഭാഷ ഈ ആൾക്കാർ തമ്മിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നു, അതെല്ലാം കോൺവെർസേഷൻസിലൂടെയാണ്, അല്ലാതെ ഫിസിക്കലി അടിയൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ഒരു പടത്തിന് ആ ഒരു സാധനം കൂടെ വേണം. അങ്ങനെയാണെങ്കിൽ വേണ്ടി പറഞ്ഞു നമ്മൾ ഉപയോഗിച്ചത്. അതേ ഒരു വൈബ് വരുന്നൊരു വേറൊരു സംഭവമാണ്. ഇത്തിരി നേരം വന്നു, അപ്പോൾ ശരിയാണ്, ഒരു വീണ്ടും കുറച്ച് നേരം ഒരുമിച്ച് കിട്ടുന്നു എന്നൊക്കെ ഉള്ളൊരു കാര്യം അതിൽ കറക്റ്റായിട്ട് വന്നു. അതൊരു ടോക്ക് ഷോയ്ക്കും ചേരുന്ന ഒരു ഇന്റർവ്യൂ ഷോയിനും ചേരുന്ന ഒരു പേരാണ്. അങ്ങനെ ഒരു പെർഫെക്റ്റ് പേരായിട്ട് തോന്നി. പിന്നെ എനിക്കൊന്ന് ഈ ടൈറ്റിൽ ഡിസൈനും കൂടെ വന്നപ്പോഴാണ് അത് കംപ്ലീറ്റ് ആയത്. അപ്പൊ അതിലും നമ്മളെ ഒരു കളർഫുൾ ഫീൽ, അത് നമ്മള് ഒരു സർക്കാസനം എന്ന് പറഞ്ഞ പവിശങ്കറാണ് ഈ ടൈറ്റിൽ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഈ നിയോൺ എന്നുള്ള എൻ്റെ ഒരു റിക്വയർമെന്റ് ആയിരുന്നു. കാരണം എനിക്ക് നിയോൺ സയൻസ് ഭയങ്കര ഇഷ്ടമാണ്. നിയോൺ സയൻസ് വരാൻ പറ്റിയ ഒരു പടമാണിത്, കുറച്ച് നൈറ്റും ഒക്കെ ഉള്ള ഒരു പടമാണ്, അതുകൊണ്ട് അത് വന്നു. പിന്നെ ആ പകയുടെ ഐഡിയ ആയിരുന്നു ആ ഒരു സ്പീച്ച് ബബിളിനകത്ത് ഇടാനും. ആ സ്പീച്ച് ബബിൾ വന്നതോടെ ഈ കോൺവെർസേഷണൽ ഫിലിം എന്നുള്ള ഒരു ഐഡിയ അതിനകത്ത് കറക്റ്റായിട്ട് കൺവേ ആയി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ടൈറ്റിൽ ഡിസൈൻ ആണ്. അപ്പോൾ അത് വെറൈറ്റി ആയിട്ട് തോന്നി എന്നുള്ളതിൽ സന്തോഷം. അതുപോലെ സിനിമയിൽ നമ്മൾ സിനിമേന്റെ പ്രൊമോഷൻ ചെയ്തിട്ട് എന്താ ക്യാരക്ടറും ഒന്നും പറഞ്ഞിട്ടില്ല, വേറെ എന്തൊക്കെയാ കഥ വരുന്നത്, എന്തായിരുന്നു ക്യാരക്ടറിനെ കുറിച്ച്? എന്റെ ക്യാരക്ടറിന്റെ പേര് ചഞ്ചൽ എന്നാണ്. അപ്പൊ ചഞ്ചൽ ഈ പറയുന്ന പോലെ നമ്മുടെ അനീഷ് റോഷൻ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പുള്ളിയാണ് അവിടുത്തെ ഇന്റർവ്യൂർ, ഒരു ഉയർന്ന തസ്തികയിലിരിക്കുന്നത്. പുള്ളി എൻ്റെ ബോസാണ്. അപ്പോൾ അതാണ് ക്യാരക്ടർ. പക്ഷെ ഈ ബോസിന് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പുള്ളി, പല കാരണങ്ങൾ കൊണ്ട്. താല്പര്യം ഇല്ല എന്നല്ല, എന്നാലും എൻ്റെ കുറെ കയ്യിലെ ഈ മോശം പ്രവണതകൾ കൊണ്ട് പുള്ളി പലപ്പോഴായിട്ട് നമുക്ക് ഓഫീസിലിട്ട് പണിയൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ അത് ഒക്കെ മനസ്സിൽ വെച്ചിട്ട് സിനിമയിൽ കയ്യിലെടുപ്പ് അത്ര നല്ല അതെ ചെറിയ ചൊറിയുള്ള ക്യാരക്ടറാണ്. അപ്പം ബാക്കിയുള്ള ലൈഫിൽ എന്താണ് കൃത്യമായിട്ട് നടക്കുന്നതെന്നൊക്കെ അറിയാനൊക്കെ ഉള്ള ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു നമ്മളൊക്കെ സാധാരണ നമ്മുടെ ലൈഫിൽ നമുക്ക് ഇതേപോലത്തെ ആൾക്കാരെയൊക്കെ അറിയാം, ഉറപ്പായിട്ടും അറിയാം അല്ലേ. അപ്പൊ അതേപോലത്തെ ഒരു ക്യാരക്ടറാണ്. അതാണ് എന്റെ ക്യാരക്ടർ. അതിൽ ഈ പറഞ്ഞ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കഥയുടെ റിക്വയർമെന്റ് എന്ന് വെച്ചാൽ ഓരോ കഥയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ആണ്. ഇപ്പൊ നായിക അല്ലാതെ ഇവരിലൂടെ ആയിരിക്കണം നമ്മൾ പ്രേക്ഷകർ കൂടുതൽ ഇൻഫർമേഷൻ. ഗോഡ് ഫാദറിലെ ജഗദീഷിനെ പോലത്തെ ക്യാരക്ടർ അല്ലേ. അടുത്തൊരു കാര്യം സംഭവിക്കാൻ കാരണക്കാരനാവുന്ന ഒരു ക്യാരക്ടർ ട്രിഗർ ചെയ്യുന്ന അങ്ങനെ. അപ്പൊ എനിക്കൊന്നൊരു ഇതിന്റെ ഒരു സെക്കൻഡ് ഹാഫിൽ നമ്മൾ പടം മുന്നോട്ട് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ചഞ്ചലിന്റെ ക്യാരക്ടറാണ്. അങ്ങനെ ഒരു ഇതുണ്ട്. എന്നുവെച്ചാൽ ഇതൊരു ഈ പറഞ്ഞ പോലെ ഇതൊരു ലവ് സ്റ്റോറിയാണ്. അപ്പൊ ഇവരുടെ ലവ് സ്റ്റോറിയിലേക്ക് ഈ ചഞ്ചലിന്റെ ക്യാരക്ടർ, നന്ദിച്ചേട്ടൻ ചെയ്യുന്ന രാജന്റെ ക്യാരക്ടർ ഒക്കെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. എന്നിട്ട് ഉള്ള ആ ഒരു ജേർണിയിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ചഞ്ചലിന്റെ ക്യാരക്ടറാണ്. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അതായത് നമ്മളെല്ലാം പല പല രീതിയിൽ ബോസുകളായിട്ടും ഓരോ ബോസിന് താഴെ പ്രവർത്തിക്കുന്ന ആളായിട്ടും എല്ലാം പല സിറ്റുവേഷനിൽ നിന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഈ പറഞ്ഞ ഈ ഒരു റിലേഷൻ ഇവര് തമ്മിലുണ്ട്. അതായത് വളരെ വിധേയനായിട്ട് എന്റെ ബോസാണ് പറയുന്നതെല്ലാം കേൾക്കണം, യെസ് പറഞ്ഞു നിൽക്കുന്ന ഒരാളുണ്ട്. പക്ഷെ കുറെ സാധനങ്ങൾ ഇങ്ങനെ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ തക്കം കിട്ടിയാൽ തിരിച്ചൊരു പണി കൊടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചകഞ്ഞെടുക്കാനും ഇയാൾക്ക് എന്തെങ്കിലും ഒരു കുറ്റം ചേർക്കാനുണ്ടോ അതാണ് ബേസിക്കലി മനസ്സിലായല്ലോ. മനസ്സിലായി. അപ്പൊ ഈ ഒരു ടൈറ്റിലുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഇപ്പൊ ജെറിനാണെങ്കിലും ഇത്തിരി നേരം
എന്നാണ് ടൈറ്റിലിന്റെ പേര്. അപ്പോൾ സിനിമയിലല്ലാതെ ഒരു ഇത്തിരി നേരം കിട്ടൽ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഇത് 5ാമത്തെ ഇന്റർവ്യൂ നമ്മൾ ഇതിന്റെ സെയിം ഉത്തരം പറഞ്ഞു. അതെ സത്യം. സ്ഥിരം കഴിഞ്ഞാലും നമ്മൾ പറഞ്ഞു. അതെ, ഇന്റർവ്യൂസിൽ ഏറ്റവും കൂടുതൽ ക്ലീഷേ ആയിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഇതെങ്ങനെയുണ്ടാവും? ഇത് നിങ്ങൾക്ക് ആവശ്യം വരും. എന്തായിരുന്നു? എന്താണ് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഈ അവാർഡ് കിട്ടിയപ്പോ എന്ത് തോന്നി? സന്തോഷം പിന്നെന്തായിരിക്കും? അതെനിക്കിട്ട് കിട്ടിയതാണെന്ന് തോന്നുന്നു. അല്ല സ്ഥിരം എന്താ ചോദിക്കുന്നത്? സ്ഥിരം ഇപ്പം നമ്മുടെ ഇപ്പോൾ ഒരു ഇതാവുകൊണ്ട് ചോദിക്കുന്നതായിരിക്കും ഈ സ്ട്രഗിൾ എങ്ങനെ ഫേസ് ചെയ്തു എന്നൊക്കെ ഉള്ളത് ചോദിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ട്രഗിൾ വേണം, സ്ട്രഗിൾ ഒരു ആക്ടറിന് എപ്പോഴും വേണമെന്നാണ് തോന്നിയിട്ടുള്ളത്. അത് തന്നെ എല്ലാവർക്കും ഒരു ക്ലീഷേ എപ്പോഴും അങ്ങനെ ക്ലീഷേ ആയിട്ട് തോന്നാൻ മാത്രം ഇന്റർവ്യൂസ് ഒന്നും അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. കാണാറുണ്ടോ ഇന്റർവ്യൂസ്? അതെ, കാണാറുണ്ട്. എനിക്ക് ഇന്റർവ്യൂ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കൂടുതലും എനിക്ക് തോന്നുന്നു വെളിയിലേക്കുള്ള ഇന്റർവ്യൂസ് ആണ് കാണാറ്. നിങ്ങൾ ആ നിലവാരത്തിലേക്ക് എത്തണമെന്നാണ് പറയുന്നല്ലേ? അതാണ് അങ്ങനെ നമ്മൾ മാത്രം പെട്ടാ പോരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സിനിമ തിയേറ്ററിലോട്ട് പെട്ടെന്ന് തന്നെ തിയേറ്ററിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു സിനിമ നല്ലൊരു തിയേറ്ററിൽ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ കരിയറിൽ നമുക്ക് ഇനിയും വലിയ വലിയ കുറേ ക്യാരക്ടറോട് മുന്നോട്ട് പോകട്ടെ എന്ന് രണ്ടുപേരും മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്താണ് പറയാനുള്ളത്? സിനിമ പെട്ടെന്ന് തന്നെ തിയേറ്ററിലേക്ക് എത്താൻ പോവുകയാണല്ലോ. പറയാനുള്ള കാര്യം വെച്ചാൽ ഈ നമ്മള് കുറെ വയലൻസ് ഉള്ള പടങ്ങളുണ്ട്, അങ്ങനത്തെ പല പടങ്ങളുണ്ട്. പക്ഷെ ഇതൊരു നമ്മളൊക്കെ എല്ലാം കടന്നു പോയിട്ടുള്ള മൊമെന്റ്സ്. നമ്മൾ എല്ലാ ദിവസവും ഒരുപാട് വയലൻസിലൂടെയോ അല്ലെങ്കിൽ ഹൊററിലൂടെയോ ഒന്നും അല്ല കടന്നു പോകുന്നത്. അപ്പൊ അതായത് നമ്മൾക്ക് എല്ലാം പരിചയമുള്ള മൊമെന്റ്സ്, എന്നാൽ നമ്മൾ മിസ്സാവുന്ന കുറച്ച് മൊമെന്റ്സ്, കുറച്ച് നൊസ്റ്റാൾജിയ ഉള്ള മൊമെന്റ്സ്, അങ്ങനെയുള്ള കുറച്ച് മൊമെന്റ്സ് ഉള്ള ഒരു പടമാണ്. അത് തിയേറ്ററിൽ പോയി കണ്ടാൽ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരു നല്ല ലവ് സ്റ്റോറി കുറച്ച് നാളിന് ശേഷം കാണാൻ ഉള്ളൊരു ചാൻസ് ആണ്. അത് പ്ലീസ് ഉപയോഗിക്കുക. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.